എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 5 നമ്മുടെ ലോക പരിസ്ഥിതി ദിനമാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മളെല്ലാവരും എല്ലാ വർഷവും ഒരുപാട് വൃക്ഷത്തൈകളൊക്കെ നടാറുണ്ട്. പൊതു ഇടങ്ങളിലും സ്കൂളുകളിൽ, അതുപോലെ അവനവൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഒക്കെ പല സംഘടനകളും ഒക്കെ ചേർന്ന് ഒരുപാട് വൃക്ഷത്തൈകളൊക്കെ നടാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ മറ്റൊരു ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിൽ നമ്മൾ നടുന്ന ചെടികളും നമ്മുടെ ഭൂമിയുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഓരോ വർഷവും ആഗോളതാപനം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി നമ്മൾ പരമാവധി ഇത്തരത്തിലുള്ള ചെടികൾ നട്ട് പിടിപ്പിക്കുക. ഇന്നത്തെ ഈ ജൂൺ 5 ഞാനും കുറച്ച് തിരക്കിലാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പണിയിലാണ്. ജൂൺ 5 മാത്രമല്ല, എല്ലാ ദിവസവും അല്പസമയം നമ്മൾ വർക്ക് ചെയ്ത് കുറച്ച് ഫ്രീ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളും കൃഷിയിലേക്ക് ഇറങ്ങാറുണ്ട്. അപ്പം കൃഷി നമുക്ക് അത്രയും നല്ല ഒരു കിക്ക് തരുന്ന ഒരു അനുഭവമാണ്. നമ്മളതിനെ അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നട്ടുള്ള ചെടികളുടെ അടുത്ത് പോയി എന്ന് അതിന് കൃത്യമായിട്ട് അതിലെ പുതിയ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചകൾ ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ നട്ടിട്ടുള്ള ചെടികൾ പുതിയ പൂക്കൾ ഉണ്ടാകുമ്പോഴും കായ്ക്കൾ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ചെറിയൊരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചട്ടിയിൽ നട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, അപ്പോൾ അതിൽ അന്നത്തെ പൂക്കൾ ഉണ്ടായിരുന്നു. ആ പൂക്കളൊക്കെ കായ്കളായി ഡ്രമ്മിലും ചട്ടിയിലൊക്കെ ആയിട്ട് നട്ടിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ അടുത്തിടെ വാങ്ങിയ ഒരു ചെറിയ സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ സ്ഥലത്തിലേക്ക് അത് റീപ്ലാന്റ് ചെയ്യുകയായിരുന്നു. അവിടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് അത് മാവുകളും പ്ലാവുകളും അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട് പ്ലാന്റൊക്കെ നമ്മളിവിടെ പ്ലാന്റ് ചെയ്തു. എല്ലാം നടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷേ സ്ഥലപരിമിതിയും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മളുള്ള സ്ഥലത്ത് പരമാവധി ഇത്തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കൂടുതലും നമ്മുടെ നാട്ടിൽ സക്സസ് ആകുന്ന തരത്തിലുള്ള, അപ്പം ഞാൻ മുമ്പൊരു ആപ്പിളിൻ്റെ ഒരു തൈ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്ലവർ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള അതിലേക്ക് അധികം പോകാതെ ജസ്റ്റ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പരമാവധി നമ്മുടെ നാട്ടിൽ വളരുന്ന അല്ലെങ്കിൽ പേരക്ക, ഫാഷൻ ഫ്രൂട്ട്, മറ്റ് റംബൂട്ടാനൊക്കെ വിദേശിയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പ്ലാന്റുകൾ, അതുപോലെ മാവുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ചെറിയ സമയങ്ങളിൽ നമ്മളിതുപോലെ റീപ്ലാന്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും ജൂൺ 5. അപ്പോൾ നമ്മൾ രാവിലെ 1-2 ചെറിയ ചാമ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടു. നമ്മൾ ചെടികളൊക്കെ വെക്കുന്ന ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പൈസ കടം വാങ്ങിയിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരും. അപ്പോൾ ഇന്നും അതുപോലെ രാവിലെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പേരേൻ്റെ തൈ, അതായത് നമ്മുടെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ പേര, അപ്പോൾ അതൊന്ന് വാങ്ങി നടാമെന്ന് തോന്നിയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ പ്ലാന്റ് വാങ്ങാൻ വേണ്ടി പോയി. അക്കൂട്ടത്തിൽ മറ്റൊരു പുലാസാനം കൂടെ വാങ്ങിച്ച്, അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മുടെ റെഡ് ലേഡീൻ്റെ പപ്പായ തൈകളും ഒക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ നട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ല അത്യാവശ്യം മഴയുണ്ട്, അതുകൊണ്ടാണ് കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ ഗാർഡനിൽ നട്ടിട്ടുള്ള പ്ലാന്റുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല പരിസ്ഥിതിയുടെയും അല്ലെങ്കിൽ മരങ്ങളുടെയും ചെടികളുടെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ലക്ഷക്കണക്കിന് മരങ്ങളും ചെടികളൊക്കെയാണ് നടുന്നത്. പക്ഷേ ഈ മരങ്ങളും ചെടികളൊക്കെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. കാരണം നമുക്ക് വർദ്ധിച്ചു വരുന്ന ആഗോള താപനം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അതിനൊക്കെ മുക്തി നേടാൻ വേണ്ടി നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതമായിട്ടുള്ള നാളേക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്.
അപ്പം ചൂടിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ നമ്മൾ പരമാവധി അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഈ ഒരു ലോക പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും ഇത്തരത്തിൽ നടുന്ന മരങ്ങൾ അത് നട്ട് മുന്നോട്ട് നാളെ ആ മരം ഉണ്ട് അല്ലെങ്കിൽ അടുത്ത വർഷം ആ മരം എന്താണെന്നുള്ളതും കൂടെ അല്ലെങ്കിൽ ആ മരത്തിനെ നട്ട് പരിപാലിക്കുക കൂടെ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് നട്ടിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ കണ്ണൂരിൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് എന്താ പറയുക, കുറച്ച് ഹൈ ഡെൻസിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെടികളൊക്കെ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് നമ്മുടെ ചെടികളാണ്, സദാ ബോഗൺവില്ലയാണ്. ബോഗൺവില്ലേൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇതുപോലെ ചട്ടികളിലായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്, ഇപ്പോൾ ഇതിൻ്റെ വീഡിയോസാണ് ഞാൻ ഇടയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ പൂവും കായും ഒക്കെ ആയതാണ് വീഡിയോസ് ഇട്ടത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഏതാണ്ട് ഇതുപോലെ നട്ടിട്ടുണ്ട്. അതുപോലെ ഇത് കൂടാതെ മണ്ണിലും കുറച്ച് പ്ലാന്റ് കഴിഞ്ഞ വർഷം നട്ടു, ഇനിയിപ്പം പുതിയതായിട്ട് കുറച്ചും കൂടെ നടാനുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഡ്രമ്മിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് അതെല്ലാം കുറേ പൂക്കൾ വിരിഞ്ഞു, പുതിയ പൂക്കൾ വരുന്നുണ്ട്. ഇത് പൂക്കൾ കാണാം. അന്ന് വിരിഞ്ഞ പൂക്കളൊക്കെ കായ്കളായിക്കൊണ്ടിരിക്കുകയാണ്. ചിലതിന് ഇതുപോലൊരു മഞ്ഞപ്പ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ അതിൻ്റെ തണ്ടിൽ ചെറിയ ചീച്ചലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ കുമിൾനാശിനിയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ നട്ട എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടും ഒരെണ്ണം 2 ചെടി ഒഴികെ ബാക്കിയെല്ലാം പുറമേ പിങ്കും അകത്തും ഒരു പിങ്ക് കളർ ഉള്ള അതാണ് ഏറ്റവും നല്ല ടേസ്റ്റി ഉള്ള ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇവിടെ കാണാം, ഈ ഫ്രൂട്ടൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഇതിൽ നമ്മൾ മുകളിൽ ടയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടയറിൽ നിന്ന് പുറത്തേക്ക് വന്ന ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് സ്ഥലം ബാക്കിലുണ്ട്. അപ്പോൾ അതിനിടയിൽ ഈ കാണുന്നത് കംബോഡിയൻ മുന്തിരിയാണ്, കംബോഡിയൻ ഗ്രേപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കൊലയിൽ 4-5 കിലോ ഒക്കെ ഉള്ള വലിയ കൊലകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള മുന്തിരിയാണ് കംബോഡിയൻ മുന്തിരി. അപ്പം അതിൻ്റെ വള്ളികൾ നട്ടിട്ട് ഇപ്പോൾ 1 വർഷമായി. ഡ്രമ്മിലായിരുന്നു ആദ്യം, അത് പിന്നീട് റീപ്ലാന്റ് ചെയ്തതാണ്. റീപ്ലാന്റ് ചെയ്ത് തന്നെ ഇപ്പം ഇവിടെ അത്യാവശ്യം നന്നായിട്ട് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. മിക്കവാറും ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് ഇത് കായ്ക്കുമായിരിക്കും. അപ്പം ഇതിങ്ങനെ മുറ്റത്തൊരു പന്തൽ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തണലും കിട്ടും. പിന്നെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെയുള്ള എലികൾ, ഇത്തരത്തിൽ പന്തലുകളൊക്കെ ആകുമ്പോൾ എലികളൊക്കെ നമ്മൾ വീടുകളിലേക്ക് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതാണൊരു പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പുതുതായിട്ടുള്ള ഈ മരങ്ങളൊക്കെ റീപ്ലാന്റ് ചെയ്ത സ്ഥലം. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈഡിലും ഒക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മരമുന്തിരിയാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ മറ്റ് നമ്മുടെ ചെടികൾ, ഇത് നമ്മുടെ പഴയ സീനിയ എന്ന് പറയുന്ന ചെടിയാണ്. വെറുതെ ഇങ്ങനെ വിത്ത് പാകി വിട്ട് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് പൂക്കൾ തരുന്ന പൂവാണ് സീനിയ. കൂടാതെ അവിടെ റോസം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ മരമുന്തിരി എന്ന് പറയുന്ന ചെടി. മരമുന്തിരി 2 പ്ലാന്റ് ഉണ്ട്, 2 പ്ലാന്റ് അപ്പുറപ്പുറമായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 3 വർഷം 2.5-3 വർഷം പ്രായമുള്ള ചെടികളാണ്. ഈ കാണുന്നത് ലോങ്ങനാണ്, ഓൾ സീസൺ ലോങ്ങനാണ്. ഇപ്പോൾ ലോങ്ങൻ മിക്കവാറും ഈ വർഷം കായ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത്യാവശ്യം കഴിഞ്ഞ വർഷം നട്ടാണ്. നമ്മളെപ്പോഴും പ്ലാന്റ് നടുമ്പോൾ കുറച്ച് ജംബോ ടൈപ്പുള്ള, അത്രയും വലുത് പറ്റിയില്ലെങ്കിലും ഒരു ഇടത്തരം സൈസിലുള്ള പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അതിനൊരു റിസൾട്ട് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ വളർത്തി കൊണ്ടുവരാൻ പറ്റും. വളരെ ചെറുതാകുമ്പോൾ കുറച്ചധികം നമ്മൾ മെനക്കെടേണ്ടി വരും. കൂടാതെ നമ്മൾ അനാറെന്ന് പറയുന്ന മാതളം അത് കുറേ നട്ടിട്ടുണ്ട്. അധികമില്ല എങ്കിലും നട്ടെല്ലാം നന്നായിട്ട് പൂക്കുന്നുണ്ട്. പക്ഷേ പൂക്കളൊന്നും കായ്ക്കളാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ അത് ഇപ്പോൾ ഒരു 2 വർഷം ആയതേ ഉള്ളൂ. ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് അത് കുറച്ചും കൂടെ പ്ലാന്റ് ഹെൽത്തി ആയതിനു ശേഷം. അപ്പം നമ്മൾ ഓരോ ഇൻ്റർവെല്ലിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം കൃത്യമായിട്ടും. ഇപ്പോൾ ഇത് നമ്മുടെ കാന്താരിയാണ്. കാന്താരി അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. കൂടാതെ ഇത് മാവുകളാണ്. മാവുകൾ ഏതാണ്ട് ഒരു 14 ഇനം മാവുകൾ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. അത് പല നാടൻ വെറൈറ്റികളാണ് കൂടുതലും ഉള്ളത്. അതിൽ നാടനില്ലാത്തത് നമ്മുടെ മിയാസാക്കി പോലുള്ള കുറച്ച് മാവുകളാണ്. ഇത് തായ്ലൻഡിൻ്റെ ഓൾ സീസൺ മാവാണ്. പിന്നെ ഇത് നമ്മുടെ മാൾട്ട മുസമ്പിയാണ്. ഇടയിൽ ഈ ബൗണ്ടറിയിൽ നമ്മളിതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ സ്വീറ്റ് ഓറഞ്ചാണ്. സ്വീറ്റ് ഓറഞ്ച് കായ്കൾ പിടിച്ചു. ഇത് 2 വർഷം പഴക്കമുണ്ട്. 2 വർഷം പഴക്കമുണ്ടെങ്കിലും ഇത് നിലത്ത് തന്നെ ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. ഒരുപാട് കായ്കൾ പിടിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പൂക്കൾ വരുന്നുണ്ട്, കായ് പിടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്ട്രോബെറി പേരയാണ്. അത് യെല്ലോ സ്ട്രോബെറി പേരയാണ്. അതിപ്പം റീസെൻ്റായിട്ട് ഒരു 2 ദിവസം മുമ്പ് പ്ലാന്റ് ചെയ്തതാണ്. ഇത് നമ്മുടെ മറ്റൊരു മാവാണ്.
ഇത് അൽഫോൻസയാണ്, അൽഫോൻസ മാവാണ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഈ രീതിയിൽ ബുഷിയായിട്ട് നിർത്തുന്ന രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ L49 എന്ന് പറയുന്ന പേരേൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിലൊരു കായുണ്ട്, ഇപ്പം അതും കഴിഞ്ഞ ദിവസം നട്ടതാണ്. L49 പേര അത്യാവശ്യം വലിപ്പമുള്ള കായ പിടിക്കുന്ന പേരേൻ്റെ ഒരു ഇനമാണ്. ഒരുപാട് പേര ഇനങ്ങൾ നമ്മുടെ നാട്ടിലിപ്പം വരുന്നുണ്ട്. ഇത് നമ്മുടെ മറ്റൊരു മാവാണ്. ഇത് കാലാപ്പാടിയാണ്, കാലാപ്പാടി മാവാണ്. അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി മാവാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് ഡയമണ്ട് പേരയാണ്. അതിൽ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇന്ന് നട്ട ഒരു പ്ലാന്റാണ് ബ്ലാക്ക് ഡയമണ്ട് പേര. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ഫലം തരുന്ന മാൻഡ്രിൻ ഓറഞ്ചാണ്. അതും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലൂടെ നട്ടതാണ് മാൻഡ്രിൻ ഓറഞ്ച്. ഇത് സ്ട്രോബെറി പേര, നമ്മൾ നേരത്തെ പറഞ്ഞു, യെല്ലോ സ്ട്രോബെറി പേര. പിന്നെ ഈ കാണുന്നത് നമ്മുടെ വാട്ടർ ആപ്പിളാണ്. വാട്ടർ ആപ്പിളിൻ്റെ ഒരു ഗ്രീൻ, പിങ്ക്, ഗ്രീൻ, വൈറ്റ്, നല്ല റെഡ്, അങ്ങനെ 4 വെറൈറ്റി ഇവിടെ നട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ എങ്കിൽ കാണാനൊരു നല്ല അട്രാക്ഷൻ തരുന്നൊരു പ്ലാന്റാണ്. ചാമ്പേൻ്റെ ഒരു വെറൈറ്റിയാണ്. ചാമ്പേൻ്റെ 4 വെറൈറ്റി ഉണ്ട്. അത്യാവശ്യം മധുരമുണ്ട്, നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഇത് ഓൾറെഡി കായ്ച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ N18 ഒരു ചെറിയ റംബൂട്ടാനാണ്. സാധാരണ ഞാനിങ്ങനെ ചെറിയ പ്ലാന്റ് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതൊരു ചെറിയ 350 രൂപ വിലയുള്ള ചെറിയൊരു പ്ലാന്റാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നട്ട് നോക്കിയാൽ. ഇത് നമ്മുടെ കുളമ്പ് മാവാണ്. അപ്പോൾ ഈ കുളമ്പ് മാവ് ഡ്രമ്മിൽ ഉണ്ടായിരുന്ന മാവാണ്. ഇത് റീപ്ലാന്റ് ചെയ്തതാണ്. ഈ കുളമ്പ് മാവിൽ ഒരു കൊല പൂ ഉണ്ടായിരുന്നു. ആ പൂ കഴിഞ്ഞ പ്രാവശ്യവും പൂത്തിട്ടുണ്ടായിരുന്നു. ആ പൂ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്രാവശ്യത്തെ പൂവിൽ ഇതുപോലെ ചെറിയ കണ്ണിമാങ്ങ കാണാം. അപ്പം മഴ സമയം ആണ്, നമുക്കറിയില്ല എന്താണ് ഇത് കിട്ടുമോയെന്ന് അറിയില്ല. എങ്കിലും ഇതാണ് കുളമ്പ് മാവ്. അത്യാവശ്യം നല്ലൊരു മാവിൻ്റെ ശ്രീലങ്ക വെറൈറ്റിയാണ് കുളമ്പ് മാവ്. നല്ലൊരു വെറൈറ്റി മാവ് ആണ്. ഇത് കൂടാതെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ കിലോ പേര ഉണ്ട്. പിന്നെ ഇത് നമ്മൾ മുമ്പ് മാവ് നട്ട ഡ്രമ്മുകളാണ്. അപ്പോൾ അതിലിനി ഞാൻ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്യേണ്ട ഒരു പ്ലാന്റാണുള്ളത്. ഇത് നമ്മുടെ ചക്കരക്കുട്ടി മാവാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോഴും വീണ്ടും മാങ്ങ ഉണ്ട്, പറിക്കാനായിട്ടുണ്ട്. അതുപോലെ അവിടെ മുന്തിരിയുണ്ട്. ഇത് നമ്മുടെ റംബൂട്ടാൻ, N80 റംബൂട്ടാനാണ്, കുറച്ച് വലിപ്പമുള്ള. ഇത് ഞാൻ ഇതുപോലെ ട്രെയിൻ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയ ഒരു പ്ലാന്റാണ്. ഇത് കുറച്ചുകൂടി ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്യാനുണ്ട്. അപ്പം ഞാനിതിപ്പോൾ റീപ്ലാന്റ് ചെയ്തേ ഉള്ളൂ. അടുത്ത നമ്മുടെ തിരുവനന്തപുരക്കാരുടെ മാവായിട്ടുള്ള കോട്ടൂർക്കോണമാണ്. കോട്ടൂർക്കോണത്തിൻ്റെ 2 പ്ലാന്റ് ഉണ്ട്. ഇത് ഓൾറെഡി പൂ വന്ന പ്ലാന്റാണ്. പൂ കട്ട് ചെയ്ത് കളഞ്ഞാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് വാങ്ങി നട്ട പുലാസാൻ്റെ തൈ. അത്യാവശ്യം വലിപ്പമുള്ള തൈയാണ്. ഏതാണ്ടൊരു അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പൂക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ മിയാസാക്കി മാവ്. ഒരു പ്രാവശ്യം പൂത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാണ്. പിന്നെ ഇത് നമ്മുടെ ഓൾ സീസൺ പ്ലാവാണ്. അതിലും ഡ്രമ്മിൽ നിന്ന് ചക്കയൊക്കെ പിടിച്ച് നമ്മൾ ഈ വർഷം 3, 4, 5, 6 ചക്ക നമ്മൾ ഈ പ്രാവശ്യം പറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മൽഗോവേൻ്റെ ഒരു തൈയാണ്. ചെറിയ പ്ലാന്റാണ് മൽഗോവ. അത്യാവശ്യം നമ്മുടെ നാട്ടിലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മുടെ ഇലിമ്പിപ്പുളി എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. നെല്ലിയാണ് നമ്മുടെ, അതും ഗ്രാഫ്റ്റ് ചെയ്ത നെല്ലിയാണ്. നെല്ലിയുടെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഈ രീതിയിൽ നമ്മൾ ടയറിലൊക്കെ വെച്ച് കൃഷി ചെയ്താണ്. അതിൽ ഇന്ന് വിരിയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പൂവുണ്ട്. മറ്റ് മുട്ടുകളൊക്കെ അവിടെയുണ്ട്. ഇത് ഓൾറെഡി വിരിഞ്ഞ് അതിനകത്ത് കായായിട്ടുണ്ട്. ഒരു കായുണ്ട്. അത് ഏതാണ്ട് ഇനി ഒരു 20 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പറിക്കാനാവും. അപ്പം കൂടാതെ നമ്മൾ ഇലിമ്പിപ്പുളി എന്ന് പറയുന്ന സാധനമാണ്. പേരേൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. VNR പേരയാണ്. ഇത് നമ്മുടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന പ്ലാന്റാണ്. അതും ഗ്രാഫ്റ്റ് തൈയാണ്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചെടിയാണ്. ഇപ്പോൾ ഇതിൽ ഒരുപാട് കായ്കളുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൂത്തുകൊണ്ടും കായ്ച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 പ്ലാന്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കിളികളൊക്കെ വന്ന് ധാരാളമായിട്ട് ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളും ഇടയ്ക്ക് പഴുക്കാൻ വെക്കാറില്ല. അവർ കിളികൾ വന്ന് കൊത്തി തിന്നുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കളർ മാറുമ്പോൾ നമ്മൾ ഇതുപോലെ പറിച്ച് കഴിക്കും. ചെറിയൊരു ലൈറ്റ് പുളിയും അങ്ങനെയുള്ളൊരു ഫ്രൂട്ടാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. അതുപോലെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന മറ്റൊരു മാവാണ് സിന്ദൂര മാങ്ങ. നല്ല കളറുള്ള മാങ്ങയാണ്. ഇത് നമ്മുടെ സ്വീറ്റ് അമ്പഴം എന്ന് പറയുന്ന സ്വീറ്റ് അമ്പഴം. അതും ഓൾറെഡി കായ്ച്ചതാണ്. ഇത് നമ്മുടെ അർക്കാക്കിരൻ പേരയാണ്. മറ്റൊരു നല്ല വെറൈറ്റി പേരയാണ് അർക്കാക്കിരൻ. ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചിൻ്റെ ഒരു തൈ. അത് ബാക്കിലുണ്ട്, എങ്കിലും ഫ്രണ്ടിൽ ഇതൊരു അലങ്കാരം കൂടിയാണ്. ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് കായ പിടിക്കും. ഇത് നമ്മുടെ മറ്റൊരു ജബോട്ടിക്കാവയാണ്, മരമുന്തിരി എന്ന് പറയുന്നത്. വെസ്റ്റ് ഇന്ത്യൻ ചെറി ഉണ്ട്, പപ്പായ ഉണ്ട്, നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. ഇത് കറിവേപ്പാണ്, നമ്മുടെ നാടൻ കറിവേപ്പാണ്.
ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു ഫ്രൂട്ട് ഗാർഡൻ. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഇതുപോലുള്ള തൂണുകൾ, ചെറിയ കമ്പുകൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തെങ്ങ് നടാൻ വേണ്ടിയിട്ട് അളവെടുത്ത് വെച്ചതാണ്. ഇപ്പോൾ തെങ്ങ് സാധാരണയായിട്ട് നമ്മളൊരു തെങ്ങ് ഒരു 7.5 മീറ്റർ ഡിസ്റ്റൻസിലാണ് തെങ്ങ് നടുക. ഞാൻ ഏകദേശം ഒരു 7 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവിടെ തെങ്ങിന് അളവെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പക്ഷേ നമ്മൾ ഇതുപോലെ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ഡെൻസിറ്റി കൂടുതലാണ് എങ്കിലും നമുക്ക് കുറച്ചും കൂടെ ചെറിയ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു 7 മീറ്റർ 8 മീറ്റർ ഡിസ്റ്റൻസിലാണ് തെങ്ങ് നടാറുള്ളത്. അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിന് ഓലകൾ തമ്മിലുള്ള കോമ്പറ്റീഷനും അതുപോലെ വേരുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇത് നമ്മൾ 8 മീറ്റർ ഇല്ലെങ്കിലും ഒരു 7 മീറ്റർ, ചില സ്ഥലത്ത് 6.5 മീറ്റർ അങ്ങനെയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഒരു സൈഡിൽ മുകളിലേക്ക് കൂടി ഇലക്ട്രിക് പോസ്റ്റ് പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെ ആ രീതിയിൽ പ്ലാന്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ ചെറിയ രീതിയിൽ ഉള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ കുറച്ച് ഗാർഡനിലെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഫ്രൂട്ട് ഗാർഡൻ. ഇതൊക്കെ കുറച്ച് പഴക്കം ചെന്ന ചെടികളാണ്. 4-3 വർഷങ്ങളൊക്കെ ആയിട്ട് പഴക്കമുള്ള ചെടികളാണ്. പ്ലാവുണ്ട്, മാവ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ പ്ലാവൊക്കെ നമ്മുടെ ഓൾ സീസൺ പ്ലാവുകളാണ്. ഇത് നമ്മുടെ തായ് പിങ്ക് പേരയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മളൊരു ഇതിൻ്റെ ഇടയിലൊക്കെ റംബൂട്ടാനൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം തെങ്ങുകൾ അതിൻ്റെ ഇടയിൽ റംബൂട്ടാനൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് മുരിങ്ങയാണ്. അതുപോലെ സപ്പോട്ട അത്യാവശ്യം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നന്നായിട്ട് കായ്ഫലം തരുന്നൊരു ഫ്രൂട്ട് പ്ലാന്റാണ് സപ്പോട്ട. അതുപോലെ ചാമ്പ, ഇത് സാധാ ചാമ്പയാണ്. സപ്പോട്ടയിൽ ഇപ്പോഴും കായ്കളൊക്കെ ഉണ്ട്. അത്യാവശ്യം വാവലൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്, എങ്കിലും അവരും കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇത് നമ്മുടെ സാധാ ചാമ്പയാണ്. പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് ഇതുപോലുള്ള ബുഷ് ഓറഞ്ചൊക്കെ നന്നായിട്ട് കൊലകുത്തി കായ്ക്കുമെന്ന് വേണം പറയാം. ധാരാളമായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചട്ടിയിലുള്ള ചട്ടിക്കുരുമുളക്, പിന്നെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഫ്രൂട്ട് ഗാർഡൻ. എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ആപ്തവാക്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വർഷത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കാലാവസ്ഥ നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ്. അതായത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ അവർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ.